ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്കടി എന്താ ഉണ്ടാക്കാമെന്നൊക്കെ ആലോചിച്ചപ്പോൾ അവിലുണ്ടായിരുന്നേ. അപ്പം അവിലൊന്ന് വിളയിക്കാൻ വിചാരിച്ചു. അത് പലരും പല രീതിയിലാട്ടോ വിളയിക്കുന്ന അവിൽ. ചിലർ അതിനകത്ത് നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് നല്ല ഇതിൽ വിളയിക്കും. എനിക്ക് നേന്ത്രപ്പഴമൊന്നുമില്ല, അവിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് അവിൽ വിളയിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേ, ചട്ടിയിലേക്ക്. എന്നിട്ട് അതിലേക്ക് അവിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിൽ ഒന്ന് നല്ലോണം നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ തേങ്ങ പൊതിയൊക്കെ ഭയങ്കര ഡേഞ്ചർ കഥയായിരുന്നു. എന്നാൽ കരിക്ക് പൊളിച്ച പോലെ കല്ല് വെച്ച് കുത്തി പൊട്ടിക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ പറ്റി. എന്നിട്ട് അതൊരു മുറി തേങ്ങ ചിരവെടുത്ത് അതിലേക്ക് ഒരു 2 ഏലക്കായും പൊടി ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നാൾ വിളയിച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് അവിലൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. അപ്പം നമുക്ക് അവിലൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പുറത്തടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട്. ഇപ്പം നേരം നല്ലോണം വെളുത്തു. അമ്മൂത കുത്തിയിരുന്നു, പല്ലിയേക്കുന്നു. 6:45 ആയിട്ടോ ഇപ്പോൾ. അപ്പം ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ അവിൽ അത്യാവശ്യം നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തേങ്ങയും കൂടെ ഇതിനകത്ത് ആ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റുന്നോടെ വരെ ഇതിലൊന്ന് കിടന്ന് മൊരിച്ചെടുക്കാം നമുക്ക്. അതിലേക്ക് ഞാനൊരു ആണി ബെല്ലും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരാണി ബെല്ലം മതിയാവോ എന്നറിയില്ല, മധുരം ഉണ്ടാവുമോ എന്നറിയില്ല. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒരു നേന്ത്രപ്പഴവും കൂടെ അരിഞ്ഞിട്ട് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മധുരം തോനെ വേണ്ടവർക്ക് ഒരാണി ശർക്കരയും കൂടെ ഒക്കെ ചേർക്കാം കേട്ടോ. എനിക്ക് ചെറിയ മധുരം മതി, അതുകൊണ്ട് ഞാൻ ഒരാണി ചേർക്കുള്ളൂ. ഒരു പാകമായിട്ടോ. എന്താ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചായൻ്റെ കടി ഇതാണ്, അവിൽ വിളയിച്ചത്. അപ്പം ഇനി അമ്മൂന് കൊണ്ടുപോകാൻ കറി ഇരിപ്പുണ്ട്. അതിലേക്ക് മുട്ട പൊരിച്ച് വേണമെന്ന് പറഞ്ഞു. അത് തേങ്ങ ചിരവിയിട്ട മുട്ട പൊരിച്ച് വേണമെന്ന് പറഞ്ഞു. അതും കൂടെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ അടുക്കളയിലെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാവേ. ബൈ ബൈ.